ശ്രീ നാരായണ നമ്പൂതിരി ദുർബലനായ ഒരു നരേന്ദ്രമോദിയെയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ ശരീരഭാഷയെ പറ്റി ഇപ്പോൾ MK രാഘവൻ MP പറഞ്ഞു. ഇന്ന് മാത്രമല്ല NDAയ്ക്ക് തന്നെ പഴയതുപോലെ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള മുന്നണിയല്ല, NDA നായിഡു നിതീഷ് ഡിപ്പെൻഡന്റ് അലയൻസ് എന്നൊക്കെ കളിയാക്കി വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട ഘടകകക്ഷികളെ കൺവിൻസ് ചെയ്ത ശേഷം മാത്രമേ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയൂ എന്ന സാഹചര്യമുണ്ട്. അല്ലാതെ ഒരു രാത്രി എന്തെങ്കിലും ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ അത് അതുപോലെ തന്നെ നടപ്പായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങളുടെ സ്വന്തം ദൗർബല്യങ്ങളെ നേരിടേണ്ടി വരുന്ന സാഹചര്യമാണോ? നിങ്ങൾ ഇപ്പോൾ രാഘവൻ സാറിന് പ്രധാനമന്ത്രി ദുർബലനാണ്, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അത് വീക്കാണ്, അത്ര ശരിയല്ല എന്നൊക്കെ പറയാൻ പറ്റും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ അതിന് മറുപടി. ഇപ്പോൾ റഹീം മണിപ്പൂർ പാർലമെൻറ്റിൽ റഹീം കേൾക്കാത്തതായിരിക്കും. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ലോക്സഭയിൽ മണിപ്പൂർ വിഷയത്തിൽ അടിയന്തര പ്രമേയം കോൺഗ്രസ് അവതരിപ്പിക്കുകയും അതിനെ തുടർന്ന് അവിടെ നടന്ന ചർച്ചയിൽ കോൺഗ്രസ് ബോയ്ക്കോട്ട് ചെയ്തു, വാക്കൗട്ട് നടത്തി. ഒരിക്കലുമില്ല, ഒരു അടിയന്തര പ്രമേയത്തിന് ലോക്സഭയിൽ അംഗീകാരം നൽകിയിട്ടില്ല. അങ്ങ് പറയുന്നത് വസ്തുതാപരമായ തെറ്റാണ്. ശ്രീ MK രാഘവൻ പറയട്ടെ. അംഗീകാരം ആവശ്യപ്പെട്ടുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അടിയന്തര പ്രമേയം അതിപ്പോൾ കേരളത്തിലെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് എത്ര എണ്ണമാണ് അംഗീകരിക്കാത്തത്? പ്രതിപക്ഷം ബോയ്ക്കോട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലില്ലേ? കേരളത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം മാത്യു കുഴൽനാടൻ അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിച്ചപ്പോൾ അത് സബ് ജുഡീസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയില്ലേ, അംഗീകരിക്കാതെ? അതിൻ്റെ പേര് വാക്കൗട്ട് നടത്തിയില്ലേ? അപ്പോൾ ഈ അതെല്ലാം സ്പീക്കർ ഇപ്പോൾ കേരളത്തിൽ ഇതൊക്കെ നടന്നിട്ടുണ്ടല്ലോ. റഹീം കേരളത്തിൽ അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ വളരെ സത്യസന്ധമായി വളരെ സുതാര്യമായി പ്രതിപക്ഷം ആകെ നിങ്ങൾ അംഗീകരിച്ച ഒരു അടിയന്തര പ്രമേയം ഏതാ? പ്രതിപക്ഷത്തിൻ്റെ അടി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് പിണറായി വിജയൻ അതിന് അംഗീകാരം നടത്തി, അതിൽ ചർച്ച ചെയ്തു. എന്നിട്ട് ആ ചർച്ചയ്ക്ക് തുടർന്ന് കോൺഗ്രസ്സുകാർ ബോയ്ക്കോട്ട് ചെയ്യേണ്ടി വന്നു. അതല്ലേ ഉണ്ടായത്? ഈ കഴിഞ്ഞ 8 വർഷമായല്ലോ പിണറായി വിജയനും ഭരിക്കാൻ തുടങ്ങിയിട്ട്. ഈ എത്ര അടിയന്തര പ്രമേയത്തിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഈ ജനാധിപത്യം ഞങ്ങളിടുമ്പോൾ എന്താ ബെർമൂഡ, മറ്റവരിടുമ്പോൾ വേറെ ഏതാണ്ട് എന്ന് പറയുന്ന പോലെ പറയരുത്. കേരളത്തിൽ ഈ അടിയന്തര പ്രമേയത്തിന് അംഗീകാരം നൽകാറില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ മണിപ്പൂർ വിഷയത്തിൽ ലോക്സഭയിൽ മറുപടി നൽകിയിട്ടുണ്ട്, അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് മണിപ്പൂർ വിഷയത്തെക്കുറിച്ച്. അതുകൊണ്ട് ഈ പ്രധാനമന്ത്രി സംസാരിക്കാറില്ല. ഇതിനു മുമ്പ് ഒരു 10 വർഷം ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഒന്നും സംസാരിക്കാത്തയാൾ. ആ പ്രധാനമന്ത്രിയെ താങ്ങി നിർത്തിയത് നിങ്ങളായിരുന്നല്ലോ. ഈ അഭിലാഷ് ഒരു ചോദ്യം ചെയ്തു ഡെപ്യൂട്ടി സ്പീക്കറെ കുറിച്ച്. ഈ ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിനാണെന്നുള്ള കീഴ്വഴക്കം എന്നാ അഭിലാഷ ഉണ്ടായേ? 84 രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി ആർക്കാ കൊടുത്തത്? AIDMKക്ക്. AIDMK പ്രതിപക്ഷത്തായിരുന്നോ? DMK അന്ന് പ്രതിപക്ഷത്തായിരുന്നോ? DMK 84 രാജീവ് ഗാന്ധി മന്ത്രിസഭയുടെ കാലത്ത് പ്രതിപക്ഷത്ത് വന്നതെന്നാ? ഓഫേഴ്സ് വിഷയത്തിൽ എന്താ പറയട്ടെ, പാർലമെൻ്ററി കമ്മിറ്റി, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി വയ്ക്കുമ്പോഴും AIDMKയുടെ പ്രതിനിധി ആയിരുന്നല്ലോ അന്ന് പ്രതിപക്ഷത്തു നിന്നുള്ള പ്രതിനിധിയായിട്ടുണ്ടായിരുന്നത്. 84 അവസാനമാണോ AIDMK കോൺഗ്രസിൽ നിന്ന് മുന്നണിയിൽ നിന്ന് പോരുന്നത്? തമിഴ്നാട്ടിലെ കോൺഗ്രസ് സഖ്യം അവസാനിപ്പിക്കുന്നത് 84 അവസാനം. അപ്പോൾ ഈ പ്രതിപക്ഷത്തിനാണ് എന്ന് പറഞ്ഞാൽ ഏത് പ്രതിപക്ഷത്തിനൊരു ചോദ്യമുണ്ട്. ഒപ്പം നിൽക്കുന്ന പ്രതിപക്ഷത്തിനാണെന്ന് കൊടുത്തത്. അതുകൊണ്ട് ഈ കീഴ്വഴക്കങ്ങളും പാർലമെൻ്ററി പ്രൊസീജിയറും ഞങ്ങളിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യും, നിങ്ങളിരിക്കുമ്പോൾ അത് ആ കീഴ്വഴക്കങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കണമെന്ന് പറയുന്ന സമീപനം അതെങ്ങനെയാണ് ശരിയാകുന്നത്? ശരി, ഓക്കെ. ഇന്ത്യയിൽ ഈ കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തിയത് കോൺഗ്രസ് പാർട്ടിയല്ലേ?